ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതൊരു മുമ്പേ സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഒറിജിനൽ എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അലീനയാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡിൽ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ വരുമാനം കിട്ടുമ്പോൾ അതിൽ നിന്നൊരു തുക അനാഥാലയത്തിൽ കൊടുക്കണം. എവിടെയാ അടുത്ത അനാഥാലയം ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റാൻലി പൊട്ടിത്തെറിക്കുകയാണ്. ഓ, എനിക്ക് ഈ അനാഥാലയം ഓർഫണേജ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമാണ് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ അനാഥാലയത്തിൽ നിന്ന് വന്നവളല്ലേ, സ്റ്റോപ്പ് ഇറ്റ്. ഇടയ്ക്കിടയ്ക്ക് നീ ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നെ കുത്തി നോവിക്കാനായിട്ട്. ഞാൻ കാര്യമല്ലേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കണ നമ്മുടെ അവധുക്കുട്ടീശനെ മനസ്സിലായി, ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പനും മോളും തമ്മിൽ അടിയാകുമെന്ന്. അതുകൊണ്ട് തന്നെ അലീന, മോളെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അലീനനെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവാണ്. ശേഷം സ്റ്റാലിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അവധുക്കുട്ടി, എടാ അവള് അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടിയാണ്, അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട രീതിയിൽ അല്ലെങ്കിൽ അവളെ സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട്, ആ രീതിയിലേ സംസാരിക്കാൻ പാടുള്ളൂ. നമ്മളൊക്കെ ജനിച്ചുകൊണ്ടത് എങ്ങനെയാണ്, സമ്പത്തിന്റെ നടുവിലാണ്, ഒന്നിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ പെൺകുട്ടി അങ്ങനെയല്ല. നിന്നോട് പറഞ്ഞല്ലോ, നല്ല ഭക്ഷണമോ അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നീ ഒന്ന് ആലോചിക്കണം. എനിക്കെന്തോ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമാണ് അച്ഛന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അവധുക്കുട്ടി പതുക്കെ സ്റ്റാൻലിനെ ഒന്ന് ഓക്കെ ആക്കി എടുക്കുന്നുണ്ട്. സ്റ്റാൻലി പറയുന്നുണ്ട്, അവൾ എന്താ അച്ഛാ എൻ്റെ അടുത്ത് ഇങ്ങനെ അപ്പാ, അവൾ എന്തിനാ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണത്? എനിക്കൊരു കാര്യം ഇഷ്ടമല്ലെന്ന് അവൾക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അത് എന്നെ കൊണ്ട് വീണ്ടും രീതിയിൽ അത് ചെയ്യിപ്പിക്കണമെന്ന രീതി അവൾക്ക്. എൻ്റെ സമ്പാദ്യവും തോട്ടമൊക്കെ കണ്ടപ്പോഴേക്കും അവൾക്ക് തോന്നിക്കാണും ഒരുപാടുണ്ടല്ലോ, പിന്നെ ഇതിൽ നിന്ന് കുറച്ച് അനാഥാലയത്തിൽ കൊടുത്ത എന്താണെന്ന്. അങ്ങനെ ഒരു അനാഥാലയത്തിൽ കൊടുക്കാനുള്ളൊന്നും എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവധുക്കുട്ടി സ്റ്റാലിനെ പറഞ്ഞ് മനസ്സിലാക്കാണ്, എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവള് നിനക്കിപ്പോൾ കയ്യിൽ കിട്ടിയല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ അവളിവിടെ നിന്ന് ഓടിപ്പോണ രീതിയിലേക്ക് ആക്കണോടാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അവള് നല്ലൊരു പെൺകുട്ടിയാണ്. നോക്ക്, നമുക്ക് കിട്ടേണ്ട ഒരു പങ്ക് ഇല്ലാത്തവനെ കൊടുക്കണം എന്നല്ലേ അവള് പറഞ്ഞോളൂ. അല്ലാതെ അവൾക്ക് അങ്ങനെ ദൂർത്തടിക്കണം, അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൈസ ചിലവാക്കണത് അല്ലല്ലോ. എടാ അത് തന്നെ നല്ല പെൺകുട്ടികളുടെ ലക്ഷണമാടാ, നീ ഇതൊക്കെ എന്താടാ മനസ്സിലാക്കാത്തത് ലാലിച്ച എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എവിടെ സ്റ്റാൻലിക്ക് മനസ്സിലാവാൻ, ഈ ചെവി കൂടി കേട്ട് ആ ചെവി കൂടി കളയാണ് നമ്മുടെ സ്റ്റാൻലി കേട്ടോ. അതേസമയം നമ്മുടെ വൈജയതയാണെങ്കിൽ പുതിയൊരു വേലക്കാര്യത്തിന് വെച്ചിട്ടുണ്ട്, സുനിത എന്നാണ് പേര്. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും സുനിതയാണെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ വേണ്ടി ഇങ്ങനെ വരുവാട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഭവിത ചോദിക്കണ്ട, ഇന്ന് എന്താണാവോ രാത്രിയിലെ മെനു. ആ സമയത്ത് രോഹിത് പതിക്കെ തന്നെ മനസ്സിലൊരു ആഗ്രഹം ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു പുതിയ ബൈക്ക് മേടിച്ചു തരോ? പഴയ ബൈക്കിന് എന്ത് പറ്റി? അത് പഴയതായി പോയച്ചാ. എത്ര വർഷമായി അത് വാങ്ങിച്ചിട്ട്? 3 വർഷമായി എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ മേശയിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മേശയുടെ അടുത്ത് വന്നിരിക്കുക കേട്ടോ. അങ്ങനെ ഭവേദി ഇരിക്കുന്നുണ്ട്, കൃഷ്ണജ ഇരിക്കുന്നുണ്ട്, രോഹിത് ഇരിക്കുന്നുണ്ട്, വൈജയന്തി ഇരിക്കുന്നുണ്ട്. അങ്ങനെ സുനിതയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം വിളമ്പണ മുമ്പേ അവരും രോഹിത്തിന്റെ അപ്പുറത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കൈവച്ച് എടുത്ത് അവരുടെ ഭക്ഷണ പാത്രത്തിൽ വിളമ്പിയിട്ട് അവർ കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതൊന്നും ബാലചന്ദ്രന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ ആലോചിച്ചു പോവാണ്, മുമ്പ് അലീന ഇതുപോലെ തന്നെ വന്നിരുന്ന സമയത്ത് അലീനെ ഇരുത്താൻ പോലും, ഇവിടെ നിലത്തിരുത്താൻ പോലും സമ്മതിക്കില്ലായിരുന്നു വൈജയന്തി. അവിടെ നിന്ന് എടുത്ത് ഓടിപ്പിക്കുമായിരുന്നു. പിന്നെ നൈറ്റി എടുപ്പിച്ചത് എല്ലാം തന്നെ ബാലചന്ദ്രന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി മാറി കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ സുനിത കഴിക്കാൻ വേണ്ടി വരട്ടെ എന്ന് പറയാണ്. ആ വേലക്കാരി ബാലചന്ദ്രന്റെ മുഖത്തേക്കും വൈജയന്തിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ ഈ വീട്ടിൽ ആരും ഭക്ഷണം വിളമ്പിയിട്ട് പോലില്ല, അപ്പോഴേക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണോ? അയ്യോ അത് സാറേ, എനിക്ക് 8 മണി തന്നെ സമയമുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിരിക്കണം, പിന്നെ എനിക്ക് നിലത്തിരുന്നാലൊന്നും ഭക്ഷണം ഇറങ്ങില്ല, അടുക്കളയിൽ ഇരിക്കാനും എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കണത്, പിന്നെ ഇവിടെ അങ്ങ് TV കണ്ടുകൊണ്ട് കഴിക്കാമല്ലോ എന്നൊക്കെ പറയണം. ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ വൈജയന്തി പറയണ്ടേ, എന്തുകൊണ്ട് നടക്കില്ല? മുമ്പ് ഇവിടെ ഒരു സർവന്റ് ഉണ്ടായല്ലോ അലീന, അവള് നിങ്ങളുടെ കൂടെ തന്നെ മേശപ്പുറത്ത് വന്നിരുന്നല്ലേ കഴിക്കുന്നുണ്ടായിരുന്നത്, അവക്ക് കഴിക്കാമെങ്കിൽ സുനിതക്കും കഴിക്കാം എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പിടിവിടാതെ പറയാട്ടോ. അതായത് ബാലചന്ദ്രന്റെ മുമ്പിൽ വലിയ ആളാവണം വൈജയന്തിക്ക്. ബാലചന്ദ്രന്റെ മുമ്പിൽ ഞാൻ തോറ്റിട്ടില്ല, അലീന എങ്ങനെയാണോ അവൾ അതേ സ്ഥാനം തന്നെയാണ് ഇവൾക്കും കൊടുക്കേണ്ടത് എന്ന രീതിയാണ് വൈജയന്തിക്ക്. അങ്ങനെ എന്നാൽ ശരി, നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെന്നാ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം ഈ പറഞ്ഞ പുള്ളിക്കാരത്തി, വേലക്കാരത്തി എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ഭക്ഷണത്തിന്റെ പാത്രം, അവർ കഴിച്ച പാത്രം മാത്രം കഴുകി വെച്ചിട്ട് അവർ പോയി കിടന്നുറങ്ങുകയാണ് ചെയ്യണത്. ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെക്കണത് കൃഷ്ണജയും ബബിതയും രോഹിത്തും കൂടി ചേർന്നാണ്. ഇതെല്ലാം വൈജയന്തി കാണുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. വൈജയന്തി ബബിത പറയണ്ടേ, അമ്മ എന്താ നോക്കിക്കൊണ്ടിരിക്കണത്, അമ്മ കഴിച്ചത് അമ്മ കഴുകി വെച്ചോ എന്ന് പറയാണ്. അതെ നിങ്ങൾ എൻ്റെ പണിയൊന്നും ചെയ്യാൻ നോക്കണ്ട, എനിക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, എൻ്റെ പണി ഞാൻ തന്നെ ചെയ്തോളാം.
അങ്ങനെ അവരവരുടെ പണി അവരവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എന്തിനാ അമ്മ പിന്നെ വേലക്കാരത്തിനാ പൈസ കൊടുത്ത് നിർത്തിയേക്കണത് എന്ന് രോഹിത് ചോദിക്കുകയാണ്. വൈജയന്തി പറയണത് നിങ്ങളൊന്നും എന്നോട് ചോദ്യം ചെയ്യാൻ നിൽക്കല്ലേ, മാറി അവിടെ നിന്ന് എന്ന് വേണ്ടിട്ട് വൈജയന്തി കഴിച്ച് പാത്രം കഴുകി വൈജയന്തി പോയി ഉറങ്ങാൻ വേണ്ടി പോകുക കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ സ്റ്റാൻലിനെയും ഔദക്കുട്ടീനെയും അലീനയെയാണ്. 3 പേരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണത്തിന് മുമ്പിൽ 2 ടീസ്പൂണും കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി. അലീന എങ്ങനെയാണ് കഴിക്കണേന്ന് അറിയാൻ. അലീനക്ക് ടീസ്പൂണിൽ കഴിച്ച ശീലമൊന്നുമില്ലല്ലോ. പക്ഷെ ഔദക്കുട്ടിക്ക് ഏറെക്കുറെയൊക്കെ അറിയാം. കാരണം അവിടെ വന്ന വീട്ടിലൊക്കെ നല്ല കൈ വെച്ച് നല്ല നേരടി കഴിക്കുമെന്നുണ്ടെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാനൊന്നും സമ്മതിക്കില്ലല്ലോ. സാമ്പാറാണെങ്കിൽ പോലും ടീസ്പൂൺ വെച്ചിട്ട് കോരി വേണം ചോറിൽ ഒഴിച്ച് കഴിക്കാനായിട്ട്. ആ ഒരു അവസ്ഥയാണ് ആ വീടിൻ്റെ. അങ്ങനെ സ്റ്റാൻലി പതുക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങുകയാണ്. ഔദക്കുട്ടി തുടങ്ങുന്നുണ്ട്. അലീനക്ക് എങ്ങനെ കഴിക്കണമെന്ന് അറിയില്ല. അലീന പതുക്കെ ടീസ്പൂൺ വെച്ച് കുത്തിയെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഔദക്കുട്ടി ഇങ്ങനെ പതുക്കെ കണ്ണു വെച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പതുക്കെ കഴിച്ചോ മോളെ എന്നിങ്ങനെ കാണിക്കുകയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് അലീന വീണ്ടും കഴിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഇതെല്ലാം തന്നെ നമ്മുടെ ലാലിച്ചൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ എങ്ങനെയാ കഴിക്കണമെന്നൊന്ന് നോക്കട്ടെ, ഇതൊക്കെ പഠിക്കണമെന്ന് മനസ്സിൽ തോന്നിയാലല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അവൾക്ക് ടീസ്പൂൺ വെച്ച് കഴിക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് വേറുള്ളത് ഭക്ഷണത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലീന കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവസാനം അലീനക്ക് മതിയായിട്ടോ. ടീസ്പൂൺ നിലത്തേക്ക് വെച്ചതിന് ശേഷം അലീന കൈ വെച്ച് ചോറ് ഇങ്ങനെ ഞെരടുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഞെരടി 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 ഒരു ഉരുള വായിലെടുക്ക് ഇടാൻ പോകുമ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ അലീന എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അലീന പെട്ടെന്ന് ഷോക്ക് ആവാട്ടോ. അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട് ടീസ്പൂൺ എടുക്ക് ടീസ്പൂൺ എന്ന് പറയുമ്പോഴേക്കും അലീന ടീസ്പൂൺ എടുക്കുകയാണ്. ടീസ്പൂൺ വെച്ച് കോരി വേണം കഴിക്കാൻ, അതാണ് ടേബിൾ മാനേഴ്സ് എന്ന് പറയാണ്. ഔദക്കുട്ടി മോളെ പറ്റുന്ന പോലെ പതുക്കെ ടീസ്പൂൺ വെച്ച് കഴിക്കേ, അവൻ കഴിച്ചെഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ച് കഴിക്കാം. എനിക്കിത് വെച്ച് കഴിക്കാനൊന്നും അറിയില്ല മോളെ. പക്ഷെ അവന്റെ നിർബന്ധപ്രകാരമാണ് ഞാനിത് വെച്ച് കഴിക്കണത്. എന്താ അച്ഛാ പിറുപിറുത്തോണ്ടിരിക്കണത്? എന്തേലും ഉണ്ടെങ്കിൽ ഒച്ചത്തി പറ. അയ്യോ ഞാൻ എൻ്റെ കൊച്ചുമാളത് വെറുതെ കുശലം പറഞ്ഞതാണേ. മോളെ കഴിച്ചോ, എനിക്കിതൊന്നും കൊണ്ട് കഴിക്കാനൊന്നും പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ കൈ വെച്ച് കോരി കഴിക്കും, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട. ഓഹോ, അപ്പൊ നിനക്ക് ഇത് വെച്ച് കഴിക്കാൻ അറിയില്ല. അതെങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. പിടിക്ക്. വലത് കൈയിൽ ആ ടീസ്പൂണും ഇപ്പുറത്തെ കയ്യിൽ കോക്കോ പോലുള്ള ആ ടീസ്പൂണും പിടിക്കുക. എന്നിട്ട് രണ്ടും കൂടി ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് കോര് എന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കണം. എവിടെ അലീന കോരുമ്പോഴേക്കും അത് നിലത്തേക്ക് വീഴണം. ഓ ഇവളുടെ കാര്യം ഇതുപോലും നിനക്കറിയില്ലേ? എപ്പോഴും വലിയ ഓർഫണേജിൽ നിന്ന് വന്നു പറയാൻ മാത്രം കൊള്ളാം, അല്ലാതെ വേറൊരു കാര്യത്തിന് ഇവളെ കൊണ്ട് കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോൾ അലീനയുടെ കണ്ണ് നിറയാട്ടോ. പക്ഷെ അലീന അത് കാണിക്കുന്നില്ല. ഔദക്കുട്ടിയച്ഛനെ അത് മനസ്സിലായിട്ടോ. എടാ ലാലിച്ച, നിനക്ക് എപ്പോഴും ഈ ഗൗരവം മാത്രം ഉള്ളോടാ. നീ എന്താടാ ലാലിച്ച ഇങ്ങനെ റിട്ടയർഡായി എന്നിട്ടും അവൻ്റെ ഒരു ശൗര്യവും കാര്യങ്ങളും സ്വന്തം മകളുടെ അടുത്ത് എങ്ങനെയാ പെരുമാറേണ്ടെന്ന് പോലും അവനറിയില്ല. കൊച്ചെ, നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ കഴിച്ചോ. അപ്പച്ച, ഞാൻ അപ്പച്ചത് പലവട്ടം കണ്ടിട്ടുണ്ട്. ടേബിളിലിരിക്കുമ്പോൾ ടേബിൾ മാനേഴ്സ് നോക്കിയിടണം ഭക്ഷണം കഴിക്കാനെന്ന്. അലീന കഴിക്കലീന എന്ന് പറയാണ്. അങ്ങനെ അലീനെ കൊണ്ട് നിർബന്ധപൂർവ്വം ആ ടീസ്പൂണും സംഭവങ്ങളും കോലും കുടച്ചക്കറൊക്കെ വെച്ച് കത്തി വെച്ചൊക്കെ കുത്തി എടുത്ത് എങ്ങനെയാണ് കഴിക്കേണ്ടത് ആ രീതി പഠിപ്പിച്ചു കൊടുത്ത് അലീന അങ്ങനെ കഴിപ്പിക്കുക കേട്ടോ. അലീനെ കൊണ്ടിട്ട് അലീനക്ക് ഭയങ്കര വിഷമമായി പോവാണ്. ഭയങ്കര ഫീൽ ആവുന്നുണ്ട് കേട്ടോ അലീനക്ക്. അപ്പൊ അലീന എന്താ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. കാരണം ഭക്ഷണം കഴിക്കുന്നത് വയറ് നിറയാനാണ്. പക്ഷെ ഇപ്പൊ താൻ ഭക്ഷണം കഴിച്ചത് എന്തോ ഒരു ആ പേടി മാറ്റാനും മറ്റുള്ളവർക്ക് ആർക്കോ എന്തൊക്കെയോ വേണ്ടി കാണിച്ചു കൂട്ടാനും വേണ്ടി ഭക്ഷണത്തിന്റെ ആ ഒരു പരിശുദ്ധി തന്നെ കളയുന്ന രീതിയിലാണല്ലോ താൻ കഴിച്ചു കൂട്ടിയത് എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ അലീനക്ക് ആകെ വിഷമായി പോവാട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.